ഒരു യാത്രയുടെ തുടക്കം. ആരാണ് ഗോവിന്ദച്ചാമി? 1980-കളിൽ തമിഴ്നാട് വില്ലുപുരം ജില്ലയിലെ ഒരു പട്ടണത്തിലാണ് ഗോവിന്ദച്ചാമിയുടെ ജനനം. പതിവ് പോലെ ഒരു കർഷക കുടുംബത്തിലാണ് ബാല്യം ആരംഭിച്ചത്. പക്ഷേ ജീവിതം സാധാരണയായി മുന്നോട്ടു പോവില്ലെന്ന് ഉടൻ തന്നെ തെളിയിച്ചു. ബാല്യത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളും വിദ്യാഭ്യാസം തെളിയാതെയുള്ള ജീവിതവും കൂടെ സമയത്തിനകം ഗോവിന്ദച്ചാമിയെ കുറ്റബാധയിലേക്ക് വഴിമാറ്റി. കുറ്റകൃത്യങ്ങൾക്കായി അറസ്റ്റിലായി തമിഴ്നാട് ജയിലിൽ കഴിച്ചുകൂട്ടിയ വർഷങ്ങൾ. ആ ജീവിതം മുന്നോട്ട് കടന്നത് കുറ്റവാളികളുടെയും കുറ്റങ്ങളുടെയും ഇരുണ്ട യാഥാർത്ഥ്യങ്ങളുടെയും വഴിയിലായിരുന്നു. തമ്മിലല്ലാത്ത നിഴലുകളുടെ കഥയാണിത്. ചെറുപ്പത്തിലെ അനാഥനായി വളർന്നു. വിദ്യാഭ്യാസം ഒറ്റപ്പെട്ടു വന്നു. പിന്നീട് കുടിയേറ്റ തൊഴിലാളി എന്ന നിലയിൽ കേരളത്തിലേക്ക്. ഇവിടെ ചോരക്കറുത്ത കീർത്തികൾക്കുള്ള തുടക്കം. 2011 ഫെബ്രുവരി 1. ശബ്ദം കേട്ട ആ ട്രെയിൻ യാത്ര. കോഴിക്കോടും ഷൊർണൂരും തമ്മിലുള്ള ദൂരമോ 1 മണിക്കൂർ മാത്രം. പക്ഷേ 2011 നടന്ന ഒരു ട്രെയിൻ യാത്രയിൽ ആ 1 മണിക്കൂർ ഒരു യുവതിയുടെ ജീവനെ പിഴുതെടുത്തു. 23 വയസ്സുള്ള സൗമ്യ തൃശ്ശൂരിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ പോവുകയായിരുന്നു. ട്രെയിനിൻ്റെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ അലപാടിയ സുരക്ഷ. അതാണ് ഗോവിന്ദച്ചാമിക്ക് അവസരമായത്. അന്നത്തെ രാത്രി ഗോവിന്ദച്ചാമി കടന്നു വന്നു. ആൾതാമസമില്ലാത്ത കുപ്പയിൽ സൗമ്യയെ ശല്യപ്പെടുത്തിയ ശേഷം കുതിരത്തുരുത്തിയിലെ ട്രാക്കിലേക്ക് തള്ളിയിറക്കി. പിന്നീട് അവളെ പീഡിപ്പിക്കുകയും കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. അകൃത്യത്തിൻ്റെ അതിരുകൾ മറന്ന്. കേസും വിചാരണയും. സംഭവം വാർത്തകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും സമൂഹത്തെ ഉലച്ചുമറിച്ചു. തൊട്ടടുത്ത ദിവസം ഗോവിന്ദച്ചാമിയെ പിടികൂടുകയും കേസ് അതിവേഗം അന്വേഷണത്തിലാവുകയും ചെയ്തു. 2011 ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഗോവിന്ദച്ചാമിക്ക് മരണശിക്ഷ വിധിച്ചു. എന്നാൽ 2016 സുപ്രീം കോടതി പതിവുകൾ, തെളിവുകൾ, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണക്കിലെടുത്ത് ഗോവിന്ദച്ചാമിയുടെ മരണശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി. പീഡനം നടത്തി വഴിയിൽ തള്ളി കൊലപാതകം നടത്തി. എന്നാൽ നിയമപരമായി പീഡനത്തിന് വ്യക്തമായ തെളിവില്ലെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. മാറാത്ത മനസാക്ഷി. ജയിൽ ശിക്ഷയുടെ ഭാഗമായി ഗോവിന്ദച്ചാമി വിവിധ സെൻട്രൽ ജയിലുകളിൽ കഴിയുകയായിരുന്നു. പരിശീലനങ്ങൾ, കൗൺസിലിംഗ്, തന്മയത്വ പരിശോധന എന്നിവയൊക്കെ കേൾക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ പല അന്വേഷണങ്ങളിലും കുത്തിയൊഴുകിയ രീതിയിലാണ് പരാമർശിക്കപ്പെട്ടത്. 2019 സേനാപതി ജയിലിൽ നടന്ന ഒരു പ്രതിസന്ധിക്കാലം വാർത്തയിലായിരുന്നു. ഗോവിന്ദച്ചാമി മറ്റ് തടവുകാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന ആരോപണം. ചില റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം മാനസികാസ്വസ്ഥത കാണിക്കുന്നതായി പറയുന്നു. പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റം. ഇപ്പോഴിതാ 2025 ജൂലൈ 24 വൻ വാർത്ത. ഗോവിന്ദച്ചാമി ജയിൽ ചാടി. അതെ, സുരക്ഷാ സംവിധാനം മുഴുവനായി ഇടിച്ചകറ്റിയതുപോലെ. ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മുങ്ങിയെന്ന വാർത്ത കേട്ട് കേരളം ഞെട്ടി. ഒരാളേറ്റം തുടങ്ങി. മാധ്യമങ്ങളും അന്വേഷണ സംഘങ്ങളും വീണ്ടും ഓടിത്തുടങ്ങി. ഇതിന് പിന്നിലെ മനോശാസ്ത്രം. ഗോവിന്ദച്ചാമിയുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് താടികളില്ലാത്ത മാനവികത. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ തനിക്കൊരു ഭംഗം പോലുമില്ല. അതാണ് സൈക്കോപതിക് സ്വഭാവം. ജാതിയിലും പീഡനങ്ങളിലും വളർന്നു വന്ന പെരുമാറ്റ രീതി, ആദരവ് ലഭിക്കാത്ത ബാല്യം, തെറ്റായ പാതയിലെ ഏറ്റുമുട്ടലുകൾ എല്ലാം ചേർന്നാണ് ഗോവിന്ദച്ചാമിയിൽ ഈ ചിന്താവൈകല്യം വളർന്നത്. സൗമ്യ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യുവതിയുടെ മരണവിവരം നമ്മൾ അറിഞ്ഞപ്പോൾ നമുക്ക് പിന്നിൽ വലിയൊരു ചോദ്യചിഹ്നം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ? തെളിയുമ്പോൾ കണ്ട കാഴ്ചകളും നിയമവ്യവസ്ഥകളുടെ പരിമിതിയും കുറ്റവാളികളുടെ മനസ്സിനെയും പെരുമാറ്റത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം കൂടി നമ്മെ ചിന്തിപ്പിച്ചു. സൗമ്യയുടെ മരണത്തിന് ശേഷം സാമൂഹിക സംവാദങ്ങൾ വൻതോതിൽ നടന്നുവെങ്കിലും അതിൻ്റെ ഫലമായി സ്ത്രീ സുരക്ഷയ്ക്ക് ഏതൊരു തരത്തിലുള്ള മാറ്റവും നടപ്പായില്ല. ഒരു കുറ്റവാളി മുങ്ങാൻ കഴിയുന്ന വിധത്തിൽ ജയിൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നാം സുരക്ഷിതരാണോ? ഒരു രക്ഷപ്പെട്ട പ്രതിശക്തി ഇപ്പോൾ വെട്ടം തെളിയാത്ത തെരുവുകളിൽ ചെരുപ്പ് വയ്ക്കുന്നു. പുതിയ ഇരയുണ്ടാകുമോ എന്ന ഭയത്തിൽ കഴിയേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. നിരീക്ഷണ സംവിധാനങ്ങൾ, വിവരശേഖരണ സംവിധാനം, ഉദ്യോഗസ്ഥ പരിശീലനം ഇവയെല്ലാം പുനർനിർമ്മിക്കേണ്ട സമയമാണിത്. സൗമ്യയുടെ നിഴലുകൾ, ഒരു യുവതിയുടെ ജീവനാണ് ഈ നിയമ നാടകത്തിനിടയിലായി മുങ്ങിയതെന്ന് നാം മറക്കരുത്. അവളുടെ കണ്ണുകളിൽ വന്ന നിലാവിൻ്റെ കിളിമുടിയിലാണ് ഗോവിന്ദച്ചാമിയുടെ ഈ തീപാതകൾ നാം ആദ്യമായി കണ്ടത്. ഇന്ന് ഗോവിന്ദച്ചാമി ഒരു കുറ്റവാളി എന്ന വീണ്ടും സഞ്ചാരത്തിലാണ്. നീതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിരുകൾ അതിജീവിക്കാൻ നിർബന്ധിതരാവേണ്ടതില്ല.
നിയമത്തിന്റെ മതിലുകൾ അടുപ്പിക്കുമ്പോൾ മാത്രമേ നീതി ശക്തിയുള്ളതാകൂ. ഗോവിന്ദസ്വാമിയുടെ കഥ സമൂഹത്തിന് മുൻപിലേക്കുള്ള ഒരു അടയാളമാണ്. അത് നമ്മെ ഭീതിയിലാക്കിയെങ്കിലും ഒരു അടിയന്തര ബോധം ഉണ്ടാക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ തകർന്നപ്പോൾ അതിന് പിന്നിലെ അഗാധ ഇരുട്ട് നാം കണ്ടു നിന്നു. ഇനി കാഴ്ച മാത്രം പോരാ, മാറ്റം വേണം. നാം ഭയപ്പെടേണ്ടതാകാം, പക്ഷേ മൗനം ചൂഷണത്തിന് വഴിയൊരുക്കരുത്. സൗമ്യയുടെ ജീവനും ഒരു സമൂഹത്തിന്റെ ആത്മാർത്ഥതയും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ സുരക്ഷയുണ്ടാകൂ. ഇതൊരു കേസ് മാത്രമല്ല, ഒരു സംസ്കാരത്തിന്റെ പ്രതിഫലനം കൂടിയാണ്.